പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. പല വിധത്തിലുള്ള ടോർച്ചറിങ് അല്ലെ പീഡനങ്ങൾ അവരനുഭവിക്കുന്നുണ്ട്. ശരിക്കും ആൺകുട്ടികളിലും മോശപ്പെട്ടവരുണ്ട്, പെൺകുട്ടികളിലും മോശപ്പെട്ടവരുണ്ട്. ആരാണ് നല്ലത്, ആരാണ് മോശപ്പെട്ടവരെന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ചിരിക്കുന്നവരൊന്നും നല്ലതാണെന്ന് നമ്മൾ ഒരിക്കലും കരുതരുത്. കൂടുതലും പെൺകുട്ടികൾക്കാണ് കൂടുതലും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കാരണം അവർ പെൺകുട്ടികളാണ്. ആൺകുട്ടികൾക്ക് കടവരാന്തിയിൽ വേണമെങ്കിലും കിടന്നുറങ്ങാം അല്ലേ. ഒരു ഷഡ്ഡിയോ ഒരു തോർത്തോ ഉണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് എവിടെ വേണമെങ്കിലും ഒന്ന് കിടന്നുറങ്ങാം. മനസ്സിലാവുന്നുണ്ടോ? അവർ ഗർഭിണിയാവുമെന്നോ അല്ലെങ്കിൽ അവർക്ക് വേറൊരു വിധത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാവുമെന്നോ പേടിക്കേണ്ട കാര്യമില്ല. അതേ സമയത്ത് പെൺകുട്ടികൾക്ക് അങ്ങനെയല്ല. അവരുടെ മാനമെന്ന് പറയുന്നതുണ്ട്. അവർ ശരീരം മറച്ച് വസ്ത്രമിട്ട് നല്ല രീതിയിൽ അവർ സേഫ്റ്റിയായിട്ട് നടന്നിട്ട് പോലും പെൺകുട്ടികൾക്ക് യാത്ര ചെയ്യാനോ ബസ്സിലായാലും നടന്നു പോകാനായാലും പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി എന്ന് പറഞ്ഞാൽ എല്ലാ പെൺകുട്ടികൾക്കും പ്രതികരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, അതായത് ധൈര്യമില്ല, അവർക്ക് ആ ഒരു ഗൾസില്ല. ചില പെൺകുട്ടികൾ പ്രതികരിക്കും, ചില പെൺകുട്ടികൾ പ്രതികരിക്കാനുള്ള ആരോഗ്യമോ അല്ലെങ്കിൽ ആ ഒരു തൻ്റെ ഇടം ഉണ്ടെങ്കിൽ പോലും ആ ഒരു സമയത്ത് ചിലപ്പം നമുക്ക് മാനസികമായിട്ട് നമ്മൾ മൈൻഡ് മാറിപ്പോകുമ്പോൾ നമുക്ക് പ്രതികരിക്കാനുള്ള ആ പ്രതികരണ ശേഷി നഷ്ടപ്പെടുകയാണ്. അവിടെ ഒരു ഗർഭിണിയായ ഒരു ലേഡി നടന്നു വരികയാണ്. അവർ ഒരു ഗർഭിണിയാവുമ്പോൾ ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ ആൺകുട്ടികളും അതുപോലെ പ്രഗ്നൻ്റ് ആയാൽ മാത്രമേ അറിയാൻ പറ്റൂ ഗർഭിണികളുടെ വേദന എന്താണ്, ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. ഇവർക്കും അങ്ങനെ ഒരു വരം കൊടുക്കണമായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ. അതായത് പീരിയഡ്സ് ആവുന്നത്, കുട്ടികളുണ്ടാവുന്ന അങ്ങനെയുള്ള ഒരു കാറ്റഗറി ആൺകുട്ടികൾക്കും കൊടുക്കണമായിരുന്നു. എങ്കിലേ ഇവർക്കും മനസ്സിലാവുള്ളൂ. ചില ആൺകുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാകാത്ത കുറേ മൃഗീയമായ കുറേ മൃഗങ്ങളുണ്ട്, തെമ്മാടികൾ, തെണ്ടികൾ, ഒന്നിനും കൊള്ളാത്ത അഴുക്ക മൈരങ്ങളുണ്ട്. ഇവന്മാർക്ക് അറിയില്ല അമ്മ ഏതാ, പെങ്ങളേതാ, അല്ലെങ്കിൽ മോളേതാ, കുട്ടികളേതാ, അല്ലെങ്കിൽ സഹോദരിയാണ്, അമ്മയാണ്, പെങ്ങളാണ് എന്ന് അറിയുന്നില്ല. എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ടാണ് കാണുന്നത്. ആ ഗർഭിണിയായ ലേഡി നടന്നു പോവുകയാണ്. അവർ ആ കുഞ്ഞിനെയും വയറ്റിലിട്ടുകൊണ്ട് ആ കുഞ്ഞ്, അതായത് ഒരു ഗർഭിണി ഒരു മാസം ആകുന്നതിന് മുമ്പ് തന്നെ പല ബുദ്ധിമുട്ടുകളാണ് നമ്മൾ അനുഭവിക്കുന്നത് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ. മനസ്സിലാവുന്നുണ്ട്? രണ്ടുപേരിങ്ങനെ ചേർന്ന് കിടക്കുമ്പോൾ ഉണ്ടാകുന്നത് തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. ഏത് കൊച്ചുകുട്ടികൾക്കും ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് വരെ അറിയാം. ഇന്നത്തെ ഇൻ്റർനെറ്റും കാര്യങ്ങളും ഒക്കെ കൊണ്ട് ഒരുമാതിരിപ്പെട്ട കുട്ടികൾക്കെല്ലാം അറിയാം എന്താണ് സംഭവം, എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നൊക്കെ അറിയാം. ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഉണ്ടാവുന്നതല്ല. അത് സെക്സ് പരമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഹോർമോണിങ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ബന്ധപ്പെടുമ്പോൾ കുട്ടികളുണ്ടാവും അല്ലേ. ആ കുട്ടികളെ ഉണ്ടാക്കിയിട്ട് അവന്മാരങ്ങ് പോവും. പിന്നെ ഈ 10 മാസവും ചുമക്കുന്നത് ആ ഒരു അമ്മയാണ്. അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച് നേരെ ഒരു ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല. ആ വെയിറ്റും താങ്ങി ആ കുഞ്ഞിന് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി ആ അമ്മ സംരക്ഷിക്കും അല്ലേ. അതുപോലെ ആ ഒരു ഗർഭിണി അത്രയും ബുദ്ധിമുട്ടി നടന്നു വരികയാണ്. ചിലപ്പോൾ ജോലിക്ക് പോയിട്ടാണോ ഹോസ്പിറ്റലിൽ പോയിട്ടാണോ അറിയില്ല, അവർ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാമവെറി പിടിച്ച അഴുക്ക മൈരൻ, തന്തയ്ക്ക് പിറക്കാത്ത തായോളി എന്ന് വേണമെങ്കിൽ പറയാം. ആ നായിൻ്റെ മോൻ, ആ പരിസരത്തെങ്ങും ആരുമില്ല, ആ ലേഡി നടന്നു വരികയാണ്. ബാക്കിൽ കൂടെ വന്നിട്ട് പുറകിൽ കൂടെ വന്നിട്ട് പീഡിപ്പിക്കുകയാണ് മൃഗീയമായി. അതിൻ്റെ മാറിലും അതിൻ്റെ ദേഹത്തും ഒക്കെ പിടിച്ചങ്ങ് അതിനെ അങ്ങ് എന്താ പറയണ, അങ്ങ് ഉപദ്രവിക്കണം. ഒരു പക്ഷേ ആ ലേഡി താഴെ വീണിരുന്നെങ്കിലുള്ള അവസ്ഥയെന്ന് ആലോചിക്കുക. ആ കുഞ്ഞിൻ്റെ അമ്മയുടെ ആരോഗ്യം പോയില്ലേ, എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടില്ലേ. ഈ നായിൻ്റെ മോന് കാമവറിയുണ്ടെങ്കിൽ വല്ല മുരുക്കുമുള്ളിലും പോയി കയറിക്കൂടെ? ഇവനൊക്കെ എന്താണ്? ആ ലേഡി കിടന്നിങ്ങനെ അലറി വിളിക്കുകയാണ് അയ്യോ എന്ന് പറഞ്ഞു. ആ പരിസരത്തെങ്ങും ആരുമില്ല. ഒരു വിളി കേട്ടാൽ പോലും ഓടി വരാനായിട്ട് ആരെയും കാണുന്നില്ല. ഒരാളൊഴിഞ്ഞ ഏരിയ. പെൺകുട്ടികൾക്ക് ഒന്ന് നടക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലേ? ഇതെന്താണിത്? എവിടെ തിരിഞ്ഞാൽ, അതായത് ഒരു പുളിയന്മാറിലൊരു അതായത് പുളിയുടെ കമ്പുണ്ടല്ലോ, ഒരു നൈസ് കമ്പ്, അതിനകത്തൊരു തുണി ചുറ്റി വെച്ചാൽ യൗമാരെ വിചാരം അത് പെണ്ണെന്നാണ് വിചാരിക്കുന്നത്. എന്താണ് ഈ സെക്സ് പരമായിട്ട് എന്താണ് ഇത്രയേറെ ഇതിനകത്ത് കയറി ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഇവനൊക്കെ ഏത് പെണ്ണുങ്ങളെ കണ്ടാലും ഇവനൊക്കെ എന്താണ് തോന്നുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അമ്മ ഏതാ പെങ്ങളേതാന്ന് തിരിച്ചറിയാൻ നായിൻ്റെ മോനൊന്നും പറ്റുന്നില്ല. ഇവനെയൊക്കെ വെട്ടി വെളി കൊടുക്കണമെന്നാണ് ഞാൻ പറയണത്. ആ സ്പോട്ടിൽ അവനെ തല വെട്ടി എടുക്കണം നായിൻ്റെ മോൻ്റെയൊക്കെ. ആ പിടിച്ച കൈ ഉണ്ടല്ലോ, ഇങ്ങോട്ട് പിടിച്ച് വെച്ചിട്ട് വെട്ടി അങ്ങ് എടുക്കണം ആ കൈയിനെ. എന്താണ് ഇത്ര കാമപ്രാന്തം കൊണ്ട് കൊടുക്കണം നായിൻ്റെ മോൻ? ഇങ്ങനെയുള്ള നായിൻ്റെ മോനൊക്കെ അവൻ്റെ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾ എന്തായിരിക്കും കാണിക്കണത് ഇക്കണക്കിന്? അപ്പോൾ അവൻ്റെ അമ്മയും പീഡിപ്പിക്കും പെങ്ങളെയും പീഡിപ്പിക്കുമല്ലോ ഇക്കണക്കിന്. എത്രയും അവന്മാർ പീഡിപ്പിച്ചേക്കുന്നു സ്വന്തം മക്കളെ വരെ കാമ വെറി മൂത്തിട്ട്.
ഇങ്ങനെയുള്ളവനെ ഒന്നും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനല്ല, ഇങ്ങനെയുള്ളവനൊന്നും ശിക്ഷ കൊടുക്കാനായിട്ട് ഈ അധികാരികൾക്ക് കണ്ണില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, നിസ്സാരം ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റുന്നില്ല. എന്താണിത്? എന്താണ് സംഭവം? പെൺകുട്ടികൾക്ക് എന്താണ് ഇത്രയേറെ ഇരിക്കുന്നത്? എന്താണ് സംഭവം? ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. നാണക്കേടാവുകയാണ് ഈ ആണുങ്ങൾ. ചില ആണുങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ കാറി തുപ്പാൻ തോന്നിയാണ്. അത്ര വെറുപ്പ് തോന്നിപ്പോവുകയാണ്. കുറച്ച് പേരായിരിക്കും തെറ്റ് ചെയ്യുന്നത്, പക്ഷെ മറ്റുള്ളവരെ കാണുമ്പോഴും നമുക്ക് തോന്നിപ്പോവും ഇവരങ്ങനെയാണോ എന്ന്. അതായത് കുറേ പെണ്ണുങ്ങൾ തുണി ഉരിഞ്ഞ് വീഡിയോ ചെയ്ത് കാശുണ്ടാക്കുന്നുണ്ട്, പക്ഷേ അവളുമാരങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെപ്പോലെയുള്ള നല്ല ആൾക്കാരെ കാണുമ്പോഴും മറ്റുള്ളവർ ചിന്തിക്കണം ഇങ്ങനെ തന്നെയാണ്. രണ്ട് കാറ്റഗറിയിലും ചിന്തിക്കും, അപ്പോൾ ഇവളും അവളെപ്പോലെ ആണോ എന്നുള്ളത്. സത്യം തന്നെയാണ്, അത് ആരുടെയും കുറ്റമല്ല, മനസ്സിൽ ഓട്ടോമാറ്റിക്കലായിട്ട് അത് ഉണ്ടാവുന്നതാണ്. പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ആൺകുട്ടികൾക്ക് മാന്യമായിട്ട് നടക്കാൻ പറ്റുന്നില്ല. എന്താണിത്? ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത്? എന്താണിത്? തല വെട്ടിയെടുക്കുക, കൈ വെട്ടിയെടുക്കുക, കാല് വെട്ടിയെടുക്കുക. അല്ലെങ്കിൽ ഒരു മനസാക്ഷി വേണ്ട, അതൊരു ഗർഭിണിയാണെന്നെങ്കിലും ഒരു ചിന്ത വേണ്ടേ? മെനഞ്ഞാന്ന് ഞാനൊരു വീഡിയോ കണ്ടു. ഒരു കൊച്ചു പെൺകുട്ടി ഇങ്ങനെ, അതായത് കുറച്ച് സ്ഥലമേ ഉള്ളൂ, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കൊച്ചു കുട്ടി 10 വയസ്സ് പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ അതിങ്ങനെ കുനിഞ്ഞ് കയറി ആ വാതിലിലൂടെ അപ്പുറത്ത് കടന്നു പോകണം. അവ കുട്ടികൾ കളിക്കുകയാണ്. ഒരുത്തൻ അവിടെ നിന്നിട്ട് കാലിൽ ഷൂവോ എന്തൊക്കെ വലിച്ച് കയറ്റുന്നുണ്ട്. എന്നിട്ട് അവൻ കയറി അവിടെ ഇരിക്കുന്നുണ്ട്. 2 കുട്ടികൾ പോയി. രണ്ടാമത് പോയ കുട്ടിയെ അതിൻ്റെ ബ്രസ്റ്റിലൊക്കെ പിടിച്ചിട്ട് അവ അങ്ങ് ആസ്വദിക്കുകയാണ്. എന്താണ് ആസ്വദിക്കുന്നത്? ആ കുട്ടിക്കൊന്നും മനസ്സിലായില്ല. ആ കുട്ടിയെ തിരിഞ്ഞു നോക്കിയിട്ട് അതും മിണ്ടാതെ അങ്ങ് പോകുന്നുണ്ട്. ഒരു കൊച്ചു പെൺകുട്ടി. ഇങ്ങനെ എത്ര പെൺകുട്ടികളെ നശിപ്പിക്കുന്ന ഈ കാമവെറിയന്മാർ. ഇവരെയൊക്കെ കൊണ്ടുവന്ന് അപ്പം തന്നെ നശിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അവൻ്റെ കയ്യും കാലും വെട്ടിയെടുത്തിട്ട് ഇവനെയൊക്കെ അങ്ങ് വിട്ടു കൊടുക്കണം ജീവിക്കാനായിട്ട്. ഇവനെയൊന്ന് ഒരടിക്ക് കൊല്ലരുത്, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാമവെറിയന്മാർ. എന്താണ് ഈ കാമത്തിൽ എന്താണ് ഇത്രയേറെ ഇരിക്കണമെന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. ഇതിലെന്താണ് സംഭവം ഉള്ളത്? അത് അങ്ങനെ പോകുന്ന ഒരുപാട് ലേഡീസുണ്ട്. അതൊരു തൊഴിലാക്കി കൊണ്ട് കിടക്കുന്ന ലേഡീസ് ഒത്തിരി ആൾക്കാരുണ്ട്. അവരുടെ കൂടെ പൊക്കൂടെ? ഈ മാന്യമായിട്ട് നടക്കുന്ന വ്യക്തികളെയൊക്കെ എന്തിനാണ് ഇങ്ങനെ കാമവെറിയുടെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് അവരെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന ഉപദ്രവിക്കുന്നത്? നിസ്സാരം ഒരു ആക്സിഡൻറ്റ് പറ്റിയ ഒരു ലേഡിയെ ഞാൻ പറഞ്ഞില്ലേ, അവരെ സുരക്ഷിതമായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് പകരം അവരെ ബ്രസ്റ്റിലൊക്കെ പിടിച്ചിട്ട് അവരെ അങ്ങ് ടോർച്ചർ ചെയ്ത് അങ്ങ് ഉപദ്രവിച്ച് അവരെ അങ്ങ് എന്തൊക്കെയങ്ങ് അവൻ ചെയ്തു. അവൻ്റെ ആഗ്രഹം അപ്പം അങ്ങ് സാധിച്ചു. ഈ കണക്കിന് അവൻ്റെയൊക്കെ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളെ ഇവ ഏത് കണ്ണുകൊണ്ടായിരിക്കും കാണുന്നത്? വല്ലാത്ത അതായത് നമ്മളൊക്കെ സൈലൻ്റായിരിക്കുകയാണ്, പക്ഷെ വയലൻ്റായി പോവുകയാണ്. സത്യം പറഞ്ഞാൽ എല്ലാത്തിനെയും വെട്ടി അരിയണം, ഒന്നിനെയും ഭൂമിക്ക് മേളിൽ വെച്ചിരിക്കാൻ പാടില്ല. അമ്മാതിരി കലി തോന്നിപ്പോവുകയാണ്. ഈ നായിൻ്റെ മോനൊക്കെ എൻ്റെ കണ്ണിന് നേരെ വന്ന് അവന് ശിക്ഷ കിട്ടി. അവൻ്റെ കയ്യിനെയും കാലിനെയും നല്ല ആണുങ്ങളെ അടിച്ചൊടിച്ച്, മനസ്സിലായില്ലോ? ഒറ്റ തന്തയ്ക്കുണ്ടായ പയ്യന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. അവന്മാരെ അടിച്ചൊടിച്ച് കൊടുത്ത് നായിൻ്റെ മോൻ്റെ കയ്യും കാലും. അത് അന്തസ്. കുടുംബത്ത് പിറന്ന ആണുകുട്ടികളുണ്ട്, ചുണക്കുട്ടികൾ. അവന്മാരെ കൊടുത്ത് 2 കാലിനെ അടിച്ചൊടിക്കണമായിരുന്നു നായിൻ്റെ മോൻ്റെ. ഒടിക്കല്ലേ, വെട്ടിയെടുക്കണമായിരുന്നു. ഇനി അവൻ ഇഴഞ്ഞു പോകണമായിരുന്നു. അതാണ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാലും കൊടുത്തിട്ടുണ്ട് നല്ല രീതിക്ക്. എനിക്കങ്ങ് സന്തോഷമായി, മനസ്സിലൊരു ലഡുവും പൊട്ടി എനിക്ക്. ഇങ്ങനെ ചെയ്യണം, ആ സ്പോട്ടിൽ ചെയ്യണം, ജനങ്ങൾക്ക് വിട്ടു കൊടുക്കണം. അല്ലാതെ പോലീസിനോ സർക്കാർക്കോ വിട്ടു കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ജനങ്ങൾക്ക് വിട്ടു കൊടുക്കണം, അവർ കൈകാര്യം ചെയ്യും. അതായത് ഒരു കുടുംബത്തൊരു സംഭവം നടന്നാൽ ആ കുടുംബക്കാർക്ക് വിട്ടു കൊടുക്കണം, അവർ കൈകാര്യം ചെയ്യും. അതാണ് നല്ലത്. എങ്കിലേ അവനൊക്കെ പഠിക്കുകയുള്ളൂ. ഈ സെക്സ് പരമായിട്ട് ചിന്ത വരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ സംഭവത്തിനെ എനിക്ക് ചികിത്സാന്ന് കട്ട് ചെയ്ത് കളയണം. പിന്നെ അങ്ങനെ ഒരു ആ സാധനം അവിടെ ഉണ്ടെങ്കിലല്ലേ അങ്ങനെ ഒരു തോന്നൽ വരുള്ളൂ. ഏത് പെണ്ണുങ്ങളെ കണ്ടാലും ചെയ്യണം, കിടക്കണം, പോകണം, വയ്ക്കണം, എടുക്കണം എന്നൊക്കെ ഉള്ള തോന്നൽ വരുന്നത് അതവിടെ ഇരിക്കണോണ്ടാണല്ലോ. അതില്ലെങ്കിൽ ആ തോന്നൽ വരില്ലല്ലോ. അതങ്ങ് കട്ട് ചെയ്ത് കളയണം, അതാണ് ചെയ്യേണ്ടത്. അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഈ തോന്നലേ വരില്ല. ആരെ കണ്ടാലും അത് അമ്മയാണ്, ഇത് പെങ്ങളാണെന്ന് തിരിച്ചറിയാനുള്ള മൈൻഡ് ഉണ്ടാവും അവനൊക്കെ. അല്ലാതെ ഞാനെന്താ പറയുക, ഒരു പട്ടിയെ പോലും വെറുതെ വിടുന്നില്ല നായിൻ്റെ മോന്മാർ. ഒരു പട്ടികളെയും വെറുതെ വിടുന്നില്ല, അവിടെയും പീഡനമാണ്. പറയാതിരിക്കാൻ വയ്യ. തലയ്ക്കങ്ങ് ഒന്നാമത് ചൂടാണ്, അതിൻ്റെ ഇടയിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുകയാണ് ഇതൊക്കെ കൂടെ കേട്ടിട്ട്. ഒരാൾ മാത്രം പ്രതികരിച്ചിട്ടും കാര്യമില്ല. എന്നെപ്പോലുള്ള ഒരു 10 എണ്ണം ഇറങ്ങിയാൽ മതി, അവന്മാരെയൊക്കെ അടിച്ചൊതുക്കാൻ പറ്റും. 10 എണ്ണം. ഞാൻ എന്തിനാ റെഡിയാണ്? ജനിച്ചാലൊരിക്കൽ മരണമുണ്ട്, അതെപ്പോഴായാലും സംഭവിക്കും. എന്തെങ്കിലും ഒരു നാൾ മരിക്കുമെന്ന് പറഞ്ഞാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അത് വല്ലി ഇങ്ങനെ ഉള്ളവന്മാരെയൊക്കെ സമൂഹത്തിൽ കുറേ പെണ്ണുങ്ങൾ ഇറങ്ങണമെന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഉള്ളവന്മാരെയൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. എൻ്റെ കയ്യിനെയും കാലിനെയും അടിച്ചൊടിച്ചവനെയൊക്കെ തൊലച്ച് കളയണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒന്ന് ഭൂമിക്ക് മേളിൽ സൂര്യോദയം കാണാൻ വെച്ചിരിക്കരുത് നായിൻ്റെ മോനെയൊക്കെ.
ഇവനെയൊക്കെ ഉണ്ടാക്കിയ നേരം ആ തന്തേന്നുള്ള ഒരു വാഴയെങ്ങനെ നട്ടിരുന്നെങ്കിൽ ഒരു കപ്പക്കോലെങ്കിലും വെട്ടിയെടുക്കാമായിരുന്നു. പറയാതിരിക്കുന്നത് എങ്ങനെ? ഹരിശം കയറിയിട്ട് പറഞ്ഞു പോണേന്ന്. ഗതികേടാണ്. കലിപ്പ് ഒരു നാളും തീരത്തില്ല. കട്ട കലിപ്പ്.